തൊഴിലാളി വിരുദ്ധമായ ഒരു നിയമം മഹാരാഷ്ട്ര സംസ്ഥാന സർക്കാർ പാസാക്കാൻ പോവുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ അവിടെ BJP ഭരിക്കുന്നു. ഓരോ ദിവസവുമുള്ള തൊഴിൽ സമയം ഇന്ത്യയിൽ 9 മണിക്കൂറാണ്. അത് 10 മണിക്കൂറാക്കി മഹാരാഷ്ട്രയിൽ വർദ്ധിപ്പിക്കാനുള്ള തീരുമാനമാണ് എടുക്കാൻ പോകുന്നത്. ഇപ്പോഴത്തെ നിയമപ്രകാരം മഹാരാഷ്ട്രയിൽ അധിക സമയം, അതായത് ഓവർ ടൈം ഉൾപ്പെടെ ഒരു തൊഴിലാളിക്ക് ദിവസം 10.5 മണിക്കൂർ തൊഴിലെടുക്കാം. പക്ഷേ ഇനിയിപ്പോൾ 12 അല്ല 13 14 മണിക്കൂർ അല്ലെങ്കിൽ അതിലപ്പുറം ഒരു തൊഴിലാളിയെ കൊണ്ട് ഒറ്റ ദിവസത്തിൽ മുതലാളിക്ക് തൊഴിലെടുപ്പിക്കാൻ കഴിയുന്ന സാഹചര്യം വരാൻ പോകുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു നിയമം പാസ്സാക്കുന്നത്? കൂടുതൽ ഉൽപാദനത്തിന് വേണ്ടി എന്ന് പറയുന്നു. ആരെയാണ് ഈ നിയമം ബാധിക്കുക? സ്വകാര്യ മേഖലയിലെ തൊഴിലാളികൾ. എന്തുകൊണ്ടാണ് സർക്കാർ മേഖലയിൽ തൊഴിലെടുക്കുന്ന ജീവനക്കാരുടെ, തൊഴിലാളികളുടെ കാര്യത്തിൽ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാത്തത്? അവരുടെ തൊഴിൽ സമയം എന്തുകൊണ്ട് കൂട്ടില്ല? കാരണം അവർ സംഘടിതരാണ്. ആ മധ്യവർഗത്തെ തൊട്ടുകളിച്ചാൽ അതിന്റെ വില സർക്കാരിന് നൽകേണ്ടി വരും. പക്ഷേ അപ്പുറത്തുള്ള സ്വകാര്യ സ്ഥാപനങ്ങളിലെ പാവപ്പെട്ട മനുഷ്യരെ ഊറ്റുവിറ്റ് കാശാക്കാൻ മുതലാളിമാർ ശ്രമിക്കുമ്പോൾ അതിന്റെ കൂടെ നിൽക്കുകയാണ് മഹാരാഷ്ട്രയിലെ BJP സർക്കാർ. ഇത് തെറ്റാണ്, തൊഴിലാളി വിരുദ്ധമാണ്. തീരുമാനം പുനഃപരിശോധിക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കണം എന്നതാണ് നിലപാട്. നമസ്കാരം.